सगणातिसेन्दुफलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम्। ആ ബെല്ല് കേൾക്കുമ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രകാശങ്ങളും ദയവായി അണച്ചിരില്ല. പുറത്തുനിന്ന് രംഗമധ്യത്തേക്ക് കടന്നു വരുന്ന നേരിയ പ്രകാശം പോലും ഈ നാടകത്തിന്റെ അവതരണ ഭംഗിയെ സാരമായി ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ തിരുവനന്തപുരം കലാക്ഷേത്രത്തിൽ ആരംഭിക്കുന്നു നിങ്ങളുടെ ഏറ്റവും പുതിയ കലാസൃഷ്ടി ശ്രീകൃഷ്ണ ഭാരതി.
വീരമകളുടെ വീരപരീക്ഷയിൽ പങ്കുകൊള്ളാനെത്തിയ ക്ഷാത്ര കേസരികളെ, നിങ്ങൾക്ക് ഈ പാഞ്ചാലരാജന്റെയും ഈ രാജ്യത്തിന്റെയും പ്രണാമം. വീരപരീക്ഷ ആരംഭിക്കുകയായി. വീരപരീക്ഷയുടെ നിയമങ്ങളും രീതികളും പറയാം. ഇതിനായി മാത്രം തീർച്ചൊരു കൃത്രിമ തടാകമാണ്. ഒരു താലത്തിൽ നിറച്ച ജലം പോലെ. അതാ പച്ചക്കിഴങ്ങ് ഘടിപ്പിച്ച് കറങ്ങുന്ന ആ കൂട്ടിനകത്ത് ഒരു യന്ത്രപക്ഷിയുണ്ട്. ആ പക്ഷിയുടെ ഇടങ്ങൾ, അതാണ് ലക്ഷ്യം. ഈ തടാകത്തിലെ ജലത്തിൽ തെളിയുന്ന മുകളിലെ കറങ്ങുന്ന യന്ത്രപക്ഷിയുടെ ഛായാദൃശ്യം നോക്കി ഇടങ്കണ്ണിൽ സൂചിബാണം ഇത് തറയ്ക്കണം. അത് നിസ്സാരമല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ മകൾ പാഞ്ചാലിയും പാഞ്ചാല രാജ്യവുമായുള്ള ബന്ധുത്വവും മനുഷ്യായുസിൽ ലഭിക്കാവുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ. പരീക്ഷ തുടങ്ങാം. പങ്കെടുക്കുന്നുമില്ല. രാജകുമാരിയെ മോഹിച്ചെത്തിയ യാദവ നേതാവായ കൃഷ്ണനടക്കം ആരും തന്നെ പരിഭ്രമിക്കേണ്ടതില്ലെന്ന് സാരം. നോക്കൂ, ആദ്യം വാക്കുകൾ കൊണ്ട് ആക്രമിക്കുക. വാക്കുകളുടെ ആ പ്രഹരശേഷിയെക്കുറിച്ച് ദുര്യോധനൻ നന്നായി അറിയാം. ുള്ള ബന്ധുത്വവും ചെറുതായി കാണുന്നത് കൊണ്ടല്ല, ഹസ്തിനപുരിക്കാൻ അത്രയും കേമമായി തോന്നാത്തത് കൊണ്ടാണ്. പരിഹാസമുണ്ട്. ഹസ്തിനപുരിയുടെ രാജധ്വജം സോദര പാഞ്ചാലത്തിന് മുകളിൽ കെട്ടി. ആകയാൽ നമ്മുടെ ആത്മമിത്രവും അംഗരാജനും വില്ലാളി വീരനുമായ കർണൻ ഈ വീരപരീക്ഷയിൽ പങ്കെടുക്കും. ഞാനത് പ്രതീക്ഷിച്ചതാണ്. തൊഴാ, കടന്നു വരൂ. രാജാവിന്റെ യന്ത്രപക്ഷിയുടെ കൗശലം വീരന്മാർക്ക് മുമ്പിൽ വിലപ്പോഴില്ലെന്ന് തെളിയിച്ചു കൊടുക്കുക. അംഗരാജനായ കർണന് പത്നിയായിരിക്കാനുള്ള ഭാഗ്യം കുമാരിക്കുണ്ടാകട്ടെ. കർണനത് നിഷ്പ്രയാസം കഴിയും. കർണന്റെ കണ്ണിലെ ആത്മവിശ്വാസത്തിൽ നിന്നത് വായിക്കാം. പക്ഷേ ദ്രൗപദിയെ നേടേണ്ടത് അർജുനനാണ്. അർജുനന് വേണ്ടി ജനിച്ച യജ്ഞസേനയ്ക്ക് തന്നെ അറിയാം ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. വീരോചിതമായി പലതും പറഞ്ഞ ദുര്യോധനകുമാരൻ വീരപരീക്ഷയിൽ പങ്കെടുക്കുന്ന അംഗരാജന്റെ കുലമേതെന്ന് പറഞ്ഞില്ല. പറയത്തക്ക മേന്മയില്ലാത്തത് കൊണ്ട് തന്നെ ആവണം അത് ബോധപൂർവം മറച്ചുവെച്ചത്. അതെന്തുമാവട്ടെ, പക്ഷേ ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠ ക്ഷത്രിയർ പങ്കെടുക്കുന്ന ഈ വീരപരീക്ഷയിൽ സൂതപുത്രനായ കർണൻ പങ്കെടുക്കുന്നത് ചിതമാണോ? സൂതപുത്രനായ കർണൻ ആയോധന കലയിൽ കർണനെ തകർക്കാൻ ദ്രോണൻ ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെ ദ്രൗപദി പ്രയോഗിച്ചു. ജനിച്ച കുലമാണോ കുമാരി ഒരു വീരന്റെ കഴിവിനെ നിശ്ചയിക്കുന്നത്? ഇവിടെ നടക്കുന്നത് വീരപരീക്ഷയല്ലേ, കുലം തിരിച്ചുള്ള കണക്കെടുപ്പല്ലോ. ഇതൊരു തർക്കശാസ്ത്ര വേദിയുമല്ല. വിവാഹം എന്റേതാണ്. ആകയാൽ എന്റെ തീരുമാനങ്ങൾക്ക് തന്നെ പ്രഥമ സ്ഥാനം. ഒരു സൂതൻ എന്നെ ഭരിക്കുന്നതിൽ എനിക്ക് സമ്മതമില്ല. ഇത് ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്ന ഒരു സമയമാണ്. കുമാരിയുടെ സമ്മതപ്രകാരമാണ് മംഗല്യമെങ്കിൽ എന്തിന് വീരപരീക്ഷ നിശ്ചയിച്ചു? സ്വയംവരം മതിയായിരുന്നല്ലോ. ക്ഷത്രിയകുമാരന്മാരെയാണ് വീരപരീക്ഷയ്ക്കായി ക്ഷണിച്ചത്. ദുര്യോധനകുമാരന് വേണമെങ്കിൽ പരീക്ഷയിൽ പങ്കെടുക്കാം. പക്ഷേ സൂതപുത്രനായ കർണൻ അത് അസാധ്യമാണ്. വില്ലാളി വീരനായ കർണനേക്കാൾ എന്തും മേന്മയാണ് അങ്ങ് എന്നിൽ കാണുന്നത്. ഒരു വംശത്തിൽ ജനിച്ചു വന്നതോ യജ്ഞകുണ്ടത്തിൽ നിന്നും ലഭിച്ച അങ്ങയുടെ മകൾ ദ്രൗപദിയുടെ കുലവേതാണ്. സഹോദരങ്ങൾ ദുഷ്ടദിമ്നന്റെയും ശിഖണ്ഡിയുടെയും കുലവേതാണ്.